ബലാത്കാര ആരോപണമാണേ. മധുരയിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ കഴിഞ്ഞ ദിവസം ആ കൊല്ലംകാരൻ ചേട്ടൻ്റെ വണ്ടി ഇവിടെ കിടന്നിരുന്നത്. പുള്ളി ഇന്ന് രാവിലെ പോയി. ഇത് നമ്മൾ അങ്ങോട്ട് വണ്ടി കയറ്റിയിട്ടു. ഇവിടെ ഇച്ചിരി തണലുണ്ട്. നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇന്ന് ലോഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇന്നെന്തായാലും ലോഡ് ഉണ്ടാവുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങൾ വേറൊരു ബ്രോക്കറേയും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾ തൊടുപുഴയ്ക്ക് ലോഡുണ്ടെന്ന് പറയും. പക്ഷേ തൊടുപുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എറണാകുളത്തേക്ക് കാലിയായിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. വേറെ ലോഡ് ഉണ്ടാവുമെന്നാണ് പുള്ളി പറഞ്ഞത്. രാവിലെ റോഡ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുക. പോയി ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ കോട്ടയംകാരൻ ചേട്ടൻ ഞങ്ങൾക്ക് വീണ്ടും ചായയൊക്കെ മേടിച്ച് തന്നു. പുള്ളി നൈസൊരു മനുഷ്യൻ കേട്ടോ. നല്ല ഇടപെടാനൊക്കെ നല്ല ഇതാണ്. നമ്മളെവിടെയെങ്കിലും പോരാനൊക്കെ പറയുവാണെങ്കിൽ ഇല്ല ഏട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ ആളാബേന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-15 മണി ആവുമായിരിക്കും ലോഡാകുമ്പോൾ. എന്തായാലും ലോഡാവുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 3 ഇടത്ത് ഇപ്പോൾ കൂടാതെ 2 ഇടത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എവിടെയെങ്കിലും ലോഡാവാണ്ടിരിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോരും. ഇപ്പം 3 ദിവസമായി നമ്മളിവിടെ വന്നിട്ട്. 3 ദിവസം ഇന്നൂടെ ആകുമ്പോഴത്തേക്കും 3 ദിവസം വിശ്രമവും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അത് മാത്രമേ ഉള്ളൂ. പിന്നെന്താ ലോഡാവും എന്നുള്ള പ്രതീക്ഷയിലേക്ക്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഹോൾട്ട് വരുമ്പോഴാണ് ഈ ഡ്രൈവർമാർക്ക് നഷ്ടം വരുന്നത്. കാരണം ഇപ്പം ഞങ്ങളിവിടെ 3 ദിവസമായില്ലേ, 2 ദിവസമായി. 2 ഫുൾ ഡേയും ഇന്നും കൂടെ ആകുമ്പോഴത്തേക്കും 3 ആവും. അപ്പോൾ ഇന്ന് വരെയുള്ള ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 2-3 ദിവസം ഓടിയ ചിലവ് പൈസ ഫുള്ള് ആ ചിലവിൽ പോകും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഡ്രൈവർമാർക്ക് നഷ്ടമാകുന്നത്. ഓണർക്ക് അത്ര നഷ്ടം വരില്ല. കാരണം വണ്ടി വാടക ഓൾറെഡി ഓടിയതിന് വണ്ടി വാടക ഉണ്ടല്ലോ. നമുക്കല്ല നമ്മുടെ ചിലവും കാര്യങ്ങളും പോയി കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഡെയിലി നമുക്ക് ഹോൾട്ട് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിയാണ്. ഒരു ദിവസം ഹോൾട്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചിലവ് കൂടും. അവിടെയാണ് പൊളിഞ്ഞു പോകുന്നത് ഈ പരിപാടി. എന്തായാലും ഇനിയിപ്പം ലോഡ് കിട്ടുന്നവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി എന്തായാലും ലോഡ് കയറും. അപ്പോൾ നമുക്ക് ലോഡൊക്കെ കയറ്റുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ചെറിയ വീഡിയോ ആണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ലോഡ് കയറുമ്പോൾ കാണാം. ഏകദേശം ഒരു വീടൊക്കെ മേടിച്ച് ഇവിടെ തന്നെ കൂടേണ്ടി വരുമെന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഇതുവരെ ഇവിടുന്ന് ലോഡൊന്നും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഒരു ചേട്ടനെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ചേട്ടനെ പോലെ നമ്മത എന്നും പറഞ്ഞൊരു വണ്ടിയൊക്കെ എടുത്ത് ഒരു വീടും മേടിച്ച് ഇവിടെ തന്നെ കൂടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. കോട്ടയംകാരൻ ചേട്ടൻ പുള്ളിയുണ്ട് നമ്മളോട്. 2 വണ്ടിക്ക് ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ഹൈടെക് ഇതാ വേണമെന്ന് അണ്ണം പറയുന്നത്. നമുക്ക് ഹൈടെക് ഇല്ലല്ലോ. എന്തായാലും വൈകിട്ട് വരെ നോക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ കാലി പോരാന്നും വേറെ ഏതായാലും 2-3 സ്ഥലത്തൂടെ വിളിച്ചിട്ടുണ്ട്. അവിടെ ചോദിച്ചിട്ട് എന്തെങ്കിലും തീരുമാനിക്കാന്നുള്ളൊരു പ്ലാനിങ്ങിനായിരിക്കുന്നത്. ലക്ഷണം കണ്ടിട്ട് ഇനി ഇവിടുന്ന് എന്തായാലും ഇന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പുള്ളി നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്തായാലും നോക്കാം. ഞങ്ങളിപ്പം എവിടെയെന്ന് അറിയോ? ഞങ്ങളിപ്പോൾ എവിടെ എത്തിയിട്ടില്ല ഗൈസ്. ഞങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ട്. അതായത് ഞാൻ ശരിക്കും കൈ തെളിയാന്ന് ഓർത്ത് വന്നതായിരുന്നു. വണ്ടിയുടെ കൊണ്ട് ഒതുക്കിയെന്ന് ഓർക്കുന്നുള്ളൂ. പിന്നെ ഇന്ന് വരെ വണ്ടി എടുക്കാൻ വന്നിട്ടില്ല. കിടന്ന് പുറമൊക്കെ തെളിഞ്ഞു. പിന്നെ കഴിച്ച് വയറൊക്കെ ഒന്ന് ഒഴിഞ്ഞു. അങ്ങനെ കുറച്ച് കുഴപ്പമുണ്ടായി. എന്തായാലും നാളെ ലോഡ് കിട്ടുമായിരിക്കും. ശരിക്കാണ് ചിരിയോട്ട് രക്ഷയില്ല. വേറൊന്നുമല്ല, കൈ തളിയാനായിട്ട് നാട്ടിൽ നിന്ന് ഡയലോഗൊക്കെ അടിച്ചിട്ട് പോകുന്നതാണ്. ശരി, നാളെ കാണാം.